നമസ്കാരം. നമുക്ക് സബ്സിഡിയോട് കൂടെ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് KSEBിൽ ഡയറക്റ്റ് പോയിട്ട് ഈ കിരൺ വെബ്സൈറ്റിൽ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ KSEB എംപാനൽഡ് ഏജൻസികൾ വഴി നമുക്ക് സബ്സിഡിയോട് അങ്ങനെയും ചെയ്യാം. ഇനി അതല്ലാതെ നമുക്കിഷ്ടമുള്ള പാനലുകളും നമുക്കിഷ്ടമുള്ള ഇൻവെർട്ടറുകളും എല്ലാം ഉപയോഗിച്ച് നമുക്ക് അറിയാവുന്ന ഒരു ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറുകൾ എന്തെല്ലാമാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു നാഷണൽ പോർട്ടലുണ്ട്. നമ്മൾ ഈ പോർട്ടലിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ എത്ര കിലോ വാട്ടിൻ്റെ പാനലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതും നമ്മുടെ വിവരങ്ങളും മറ്റും കാര്യങ്ങളും നമ്മൾ ഈ നാഷണൽ പോർട്ടലിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കണം. അതായത് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബ്രാഞ്ച് നമ്പർ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കൃത്യമായി കൊടുക്കണം. കാരണം ഇത് ഈ ഒരു അക്കൗണ്ട് നമ്പറിലേക്കായിരിക്കും നമുക്ക് സബ്സിഡി തുക കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചു നൽകുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നൽകുന്ന ആപ്ലിക്കേഷൻ അതത് സംസ്ഥാനങ്ങളിലെ വൈദ്യുത വിതരണ ശൃംഖലയുമായി, അതായത് നമ്മുടെ ഇവിടെ ഇപ്പോൾ KSEB ആണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു നാഷണൽ പോർട്ടൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ KSEB പോലെയുള്ള ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ KSEBിൽ വന്നു കഴിഞ്ഞാൽ KSEBിൽ ഒരു എഞ്ചിനീയർ വന്ന് നമുക്കൊരു ഫീസിബിലിറ്റി ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഫീസിബിലിറ്റി ടെസ്റ്റ് അല്ല, അതായത് നമുക്ക് സപ്ലൈ തരുന്ന നമ്മുടെ വീടുകളിലേക്ക് സപ്ലൈ തരുന്ന ട്രാൻസ്ഫോമർ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 5 കിലോ വാട്ടോ അല്ലെങ്കിൽ 10 കിലോ വാട്ടോ എല്ലാം നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഡേ ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ വീട്, ഇപ്പോൾ ഒരു 10 വീടുകൾ ഇതേപോലെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ ഈ വീടുകളിലേക്ക് ഒന്നും തന്നെ കറണ്ട് ആവശ്യമായി വരികയില്ല. എന്നാൽ രാത്രി സമയങ്ങളിൽ ഇവരെല്ലാം കറണ്ട് തിരിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വൈദ്യുതി തന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോമറിനും മറ്റും ഉണ്ടോ എന്നുള്ള ഈ ഒരു ഫീസിബിലിറ്റി ടെസ്റ്റാണ് ഈ എഞ്ചിനീയർ നടത്തുക. അപ്പോൾ ഈ ഒരു ഫീസിബിലിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വർക്ക് തുടങ്ങാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള കമ്പനികളുടെ പാനലുകളും ഇൻവെർട്ടറുകളും കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സബ്സിഡി കിട്ടുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന പാനൽ, അതായത് ഇമ്പോർട്ട് ചെയ്ത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന യാതൊരു പാനലുകളും ഇൻവെർട്ടറുകളും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പാടുകയില്ല. അപ്പോൾ നമ്മൾ ഈ പാനലുകൾ സെലക്ട് ചെയ്യുമ്പോൾ Mnre അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പാനലുകൾ ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് Mnre അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച 50-ൽ കൂടുതൽ പാനലുകളുണ്ട്. അതിൻ്റെ പാനലുകളുടെ വാട്ടേജ് റേറ്റിംഗ് ഉണ്ട്, കമ്പനി ഉണ്ട്, അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ വാലിഡിറ്റി, എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു പാനലുകളും അതിൻ്റെ ആ ഒരു വാട്ട് എത്ര വാട്ട്സിൻ്റെ പാനലാണെന്ന് നോക്കി ഈ പാനലുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സബ്സിഡിക്ക് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻവെർട്ടറുകളുടെ ലിസ്റ്റും അവൈലബിൾ ആണ്. നമുക്ക് BA സർട്ടിഫൈഡ് ഇൻവെർട്ടറുകൾ മാത്രമാണ് നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കുക. യാതൊരുവിധ ഇമ്പോർട്ടഡ് പാനലുകളോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഇൻവെർട്ടറുകളോ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മളൊരു നിശ്ചയ പീരീഡിൽ തന്നെ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വരുന്നതായിട്ടുണ്ട്. വൺസ് നമ്മുടെ വീട്ടിലെ വർക്കെല്ലാം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് മീറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ നാഷണൽ പോർട്ടൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് KSEBയുടെ സൈറ്റിലേക്ക് വരികയും നമുക്ക് രണ്ട് രീതിയിൽ നെറ്റ് മീറ്ററിങ് വാങ്ങിക്കാം. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നെറ്റ് മീറ്ററിങ്, അത് KSEB പറയുന്ന ഏത് നെറ്റ് മീറ്ററിങ് ഏത് കമ്പനിയാണോ പറയുന്നത് നമുക്ക് ഡയറക്റ്റ് വാങ്ങി അത് KSEB പറയുന്ന ലാബിൽ പോയി നമുക്ക് കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് അങ്ങനെ ഫിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ KSEB തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്, അവർ തന്നെ നമുക്ക് ഈ ഒരു മീറ്റർ കൊടുന്ന് ഫിറ്റ് ചെയ്യുകയും പിന്നീട് അതിൻ്റെ മീറ്റർ റെൻറ്റ് എല്ലാ മാസവും തിരിച്ച് വാങ്ങിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും, ഒന്നില്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ടും അതല്ലെങ്കിൽ KSEB വഴി നമുക്ക് ഈ ഒരു മീറ്റർ കണക്ടിവിറ്റി നേടിയെടുക്കാം. അപ്പോൾ ഈ ഒരു നെറ്റ് മീറ്ററിങ് നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട്, ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷൻ റിപ്പോർട്ട് KSEB ഓഫീസിൽ നിന്നും ഈ ഒരു നാഷണൽ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നമുക്കതിൻ്റെ സബ്സിഡി കാര്യങ്ങളെല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു സബ്സിഡി നേടിയെടുക്കേണ്ട പ്രൊസീജിയറുകൾ വരുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവുമെന്നാണ് മെസ്സേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ അത് ഓപ്പൺ ആവുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയർ, 1 by 1 പ്രൊസീജിയർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.